ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പള്ളുരുത്തി ശ്രീ വെങ്കിടാചലപതി ക്ഷേത്രത്തിൽ വിദ്യാർത്ഥിനികൾക്കായി വിദ്യാഗോപാല മന്ത്രപൂജ നടത്തി. അരൂക്കുറ്റി പാതുവാപുരം ദേവാലയത്തിലെ നവതി ആഘോഷങ്ങൾക്ക് സമാപനമായി. കേരള സർക്കാരിന്റെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് പ്രകാരം നിർമ്മിച്ച ചെല്ലാനം മുതുകുപുറം പാലത്തിന്റെയും ചാപ്പൽ റോഡിന്റെയും ഉദ്ഘാടനം കൊച്ചി എം.എൽ.എ. ഡൊമിനിക് പ്രസന്റേഷൻ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പള്ളുരുത്തി ശ്രീ വെങ്കിടാചലപതി ക്ഷേത്രത്തിൽ വിദ്യാർത്ഥിനികൾക്കായി വിദ്യാഗോപാല മന്ത്രപൂജ നടത്തി. ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥിനികൾക്കായി പള്ളുരുത്തി ശ്രീ വെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നടന്ന വിദ്യാഗോപാല മന്ത്രപൂജ ശ്രീ വെങ്കിടാചലപതി ക്ഷേത്രം മേൽശാന്തി യശ്വന്ത് ഭട്ട് ഉദ്ഘാടനം ചെയ്തു. NSS കരയോഗം കൊച്ചി വൈസ് പ്രസിഡന്റ് ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഈശ്വരന്റെ കാരുണ്യമില്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല, നാടുമില്ല, കാടുകളുമില്ല, ഇന്നില്ല, നാളെയില്ല, നമ്മൾ ആരുമില്ല. അതുകൊണ്ട് ഈശ്വര പൂജ പരമപ്രധാനമാണ് എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നിവിടെ നടക്കുന്ന ഈ പുണ്യ കർമ്മത്തിൽ, ഈ പൂജയിൽ എല്ലാ വിദ്യാർത്ഥികളും ആത്മസമർപ്പണ ബുദ്ധിയോടുകൂടി പങ്കെടുക്കണമെന്ന് ഒരു അധ്യാപകന്റെ, ഒരു ഗുരുനാഥന്റെ സമാർജിതമായ ഗുരുത്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം പങ്കുവച്ചുകൊണ്ട് ആചാര്യൻ പ്രകാശ് ശർമ്മയാണ് വിദ്യാഗോപാല മന്ത്രപൂജയ്ക്ക് മുഖ്യ കാർമ്മികത്വം നൽകിയത്. നിരവധി വിദ്യാർത്ഥിനികൾ പൂജയിൽ പങ്കുകൊണ്ടു. അരൂക്കുറ്റി പാതുവാപുരം ദേവാലയത്തിലെ നവതി ആഘോഷങ്ങൾക്ക് സമാപനമായി. സമാപന ചടങ്ങിൽ കൊച്ചി മെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് കരിയിൽ അധ്യക്ഷനായി. 1922 കപ്പേള നിർമ്മിച്ചുകൊണ്ട് പാതുവാപുരം എന്ന ഫാദർ ജോർജ് മെനേസിസ് നാമകരണം ചെയ്തതിന്റെ നവതി ആഘോഷങ്ങൾക്ക് സമാപനമായി. ഒരു വർഷം നീണ്ടുനിന്ന നവതി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങ് കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ് ഉദ്ഘാടനം ചെയ്തു. ഒരു ഗ്രാമത്തിന്റെ എല്ലാ മനോഹാരിതയും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു കൊച്ചു ഗ്രാമമാണ്. ഇതിന് പറ്റിയ വലിയ അച്ഛനാണെങ്കിലും കൊച്ചച്ഛനാണ് ഞങ്ങൾക്കെല്ലാം പുത്തമ്പുര കരച്ചൻ. ഇതുപോലെ ഒരു കൊച്ചു പ്രദേശമാണ്, ഗ്രാമമാണ് കല്ലഞ്ചേരി ഗ്രാമം. കുമ്പളങ്ങിയുടെ ഭാഗമാണ്. പണ്ട് കക്കാവാരി താമസിച്ചിരുന്ന ഒരു 10-50 കുടുംബങ്ങളുള്ള ഒരു പ്രദേശമാണ്, കൊച്ചു ഗ്രാമം. പക്ഷെ അതിന് ഒരു പുതിയ ജന്മം കൊടുത്തത്, പ്രത്യേകിച്ച് ഇന്ന് കുമ്പളങ്ങി എന്ന ടൂറിസം ഗ്രാമത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി അതിനെ മാറ്റിയത് അച്ഛൻ്റെ കാലഘട്ടം. അവിടെയും ഇതുപോലെ മനോഹരമായിട്ടായിരിക്കും പിതാവ് ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് ഓടിക്കുന്നത്. കൊച്ചി മെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് കരിയിൽ ചടങ്ങിൽ അധ്യക്ഷനായി. പാരിഷ് ഡയറക്ടറിയുടെ പ്രകാശനം അരൂർ MLA അഡ്വക്കേറ്റ് AM ആരിഫ് നിർവഹിച്ചു. നവതി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച നേത്രദാന സമ്മതപത്ര സമർപ്പണം KCYM അരൂക്കുറ്റി യൂണിറ്റ് പ്രസിഡന്റ് ലിജോഷ് മണാളിത്തറ നിർവഹിച്ചു. ചടങ്ങിൽ പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തൻപുരയ്ക്കൽ, പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി മാത്യൂസ് പുതിയമാളിയേക്കൽ, തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് വിനോദ് കുമാർ, അരൂക്കുറ്റി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രമീള അനിൽകുമാർ, KLCA കൊച്ചി രൂപത സെക്രട്ടറി എഡ്വേർഡ് ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. കൈകോർത്ത് പിടിപ്പിച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ നടത്തിയ പ്രയത്നങ്ങളാണ്. അത് വളരെ സന്തോഷത്തോടുകൂടെ, നന്ദിയോടുകൂടെ രൂപതയുടെ പേരിൽ ഓർക്കുകയും നാട്ടുകാരുടെ ഓർമ്മകളിൽ അദ്ദേഹം തീർച്ചയായിട്ടും എന്നും ഉണ്ടാകും എന്ന്. കൊച്ചി പുലയർ മഹാസഭ കൊച്ചി യൂണിയൻ വാർഷിക സമ്മേളനം ഇടക്കൊച്ചിയിൽ ചേർന്നു. കേരള പുലയർ മഹാസഭ ജില്ലാ സെക്രട്ടറി MP ഓമനക്കുട്ടൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടക്കൊച്ചിയിൽ ചേർന്ന കേരള പുലയർ മഹാസഭ കൊച്ചിൻ യൂണിയൻ വാർഷിക സമ്മേളനം ജില്ലാ സെക്രട്ടറി MP ഓമനക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് PK ഗോപാലൻ അധ്യക്ഷനായി. യൂണിയൻ അസിസ്റ്റന്റ് സെക്രട്ടറി PK പ്രദീപൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിയൻ സെക്രട്ടറി PK ദിവാകരൻ, സെക്രട്ടേറിയറ്റ് അംഗം MK ശശിധരൻ, KPMF സംസ്ഥാന പ്രസിഡന്റ് രാജേശ്വരി സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. ആ നോക്കിൽക്കെ തന്നെ അവരെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് അവരുടെ ലീലകൾക്കെല്ലാം വിധേയമാക്കിയിട്ടുള്ള ഒരു ചരിത്രം നമുക്കുണ്ട്. ആ ചരിത്രം നമ്മൾ മറന്നു പോകരുത്. ഇന്ന് നമ്മൾ ഹിന്ദു ഐക്യവേദിക്കെല്ലാം സ്വീകരണം കൊടുത്തോണ്ട് ഞങ്ങളും വന്നേ, ഞങ്ങൾ നിങ്ങളൊപ്പമായെന്ന് കാൽപ്പനികമായിട്ട് ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർക്കെല്ലാം സ്വീകരണം കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥമാണോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം. മറ്റുള്ള ശാഖയുടെ എല്ലാ പ്രവർത്തനങ്ങളും വളരെയധികം സംഘർഷങ്ങളും വളരെയധികം പ്രയാസങ്ങളും അഭിമുഖീകരിക്കുന്ന ഈ ഒരു സാഹചര്യം നിന്നുകൊണ്ടും ഇത്രയും കാര്യങ്ങളെല്ലാം ഈ നമ്മുടെ യൂണിയൻ ചെയ്തു എന്നുള്ളത്
വളരെ അനുമോദനം അറിയിക്കുന്ന സംഖ്യയാണ്. ഇന്നിപ്പോൾ ഇതിൻ്റെ സെക്രട്ടറി പറയേണ്ട അദ്ദേഹത്തിന് വളരെയധികം. കേരള സർക്കാരിന്റെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് പ്രകാരം നിർമ്മിച്ച ചെല്ലാനം മുതുകുപുറം പാലത്തിന്റെയും ചാപ്പൽ റോഡിന്റെയും ഉദ്ഘാടനം കൊച്ചി MLA ഡൊമിനിക് പ്രസന്റേഷൻ നിർവഹിച്ചു. കേരള സർക്കാരിന്റെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് പ്രകാരം ചെല്ലാനം 14-ാം വാർഡിൽ നിർമ്മിച്ച മുതുകുപുറം പാലത്തിന്റെയും ചാപ്പൽ റോഡിന്റെയും ഉദ്ഘാടനം കൊച്ചി MLA ഡൊമിനിക് പ്രസന്റേഷൻ നിർവഹിച്ചു. അതുപോലെ തന്നെ സുനാമിയിലെ കോളനിലേക്കുള്ള പാലം അതും എടുത്തു കഴിഞ്ഞു. ഒരാൾ എടുത്ത് 34 ലക്ഷം രൂപയുടെ. പിന്നീട് ഇവിടെ മാലാഖപ്പടിക്കൽ അവർക്ക് ആരംഭിച്ചിട്ടുണ്ട്. തെക്ക് ഭാഗത്ത് വടക്ക് പഞ്ചായത്തിൻ്റെ വടക്ക് ഭാഗത്ത് നിരവധി അവർക്ക് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ഈ തീരദേശ പഞ്ചായത്തിൽ സാധാരണ ജനങ്ങൾക്ക് ഒരു വാഹനത്തിൽ അത്യാവശ്യം ഒരു ആശുപത്രിക്ക് പോകാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാവണം എന്ന ജനങ്ങളുടെ ആഗ്രഹമാണ് ഇന്ന് പല വിധത്തിൽ നാം ഇന്ന് പൂർത്തീകരിക്കുന്നത്. റോഡിന്റെ കാര്യം നിങ്ങൾക്കറിയാം, എത്രയോ നിങ്ങൾ കഷ്ടപ്പെട്ടതാണ്, എത്ര മാസങ്ങൾ പൊടി നിന്നാണ്, പക്ഷെ ഇന്ന് റോഡ് മനോഹരമായി. ചെല്ലാനം പഞ്ചായത്ത് പ്രസിഡന്റ് KT തങ്കച്ചൻ അധ്യക്ഷനായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK വിശ്വംഭരൻ, CPM ലോക്കൽ സെക്രട്ടറി രഘു, വാർഡ് മെമ്പർ മേഴ്സിലാൽ തുടങ്ങിയവർ സംസാരിച്ചു. എപ്പോഴും വഴക്ക് പിടിക്കും, ഞങ്ങളുടെ വാർഡ് ഇത്ര വലിയ വാർഡാണ്. അപ്പോൾ അതനുസരിച്ച് മെമ്പറിനോട് ഞങ്ങൾ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഈ വാർഡ് ഏറ്റവും വലിയ വാർഡാണ്. ഇതിന്റെ വികസന പ്രവർത്തനത്തിൽ ഞങ്ങൾ എല്ലാ മെമ്പർമാരും ഒറ്റ കൂട്ടായ്മകൾ. ഭാരത് സേവക് സമാജിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 എക്സാം ഗൈഡൻസ് സംഘടിപ്പിച്ചു. എറണാകുളം സാന്ത്വന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കൗൺസിലറും സൈക്കോ തെറാപ്പിസ്റ്റുമായ MP മുഹമ്മദ് സഹീറാണ് ക്ലാസ് എടുത്തത്. SSLC +2 വാർഷിക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളിൽ പരീക്ഷയെ ആത്മവിശ്വാസത്തോടെയും നിർഭയത്തോടെയും നേരിടാനും പഠനത്തിന് പ്രേരണയും ഏകാഗ്രതയും ലഭിക്കുന്നതിനും പഠനം സുഗമമാക്കുന്നതിനും വേണ്ടി ഭാരത് സേവക് സമാജിന്റെയും മട്ടാഞ്ചേരി സർവീസ് സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മട്ടാഞ്ചേരി നാലകത്ത് സലീം മെമ്മോറിയൽ ഹാളിൽ സൗജന്യ പരീക്ഷാ കൗൺസിലിംഗ് സംഘടിപ്പിച്ചു. മട്ടാഞ്ചേരി സബ് ഇൻസ്പെക്ടർ M സുധിലാൽ കൗൺസിലിംഗ് ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഭാരത് സേവക് സമാജ് സെക്രട്ടറി TH ഉബൈസ്, പ്രസിഡന്റ് KK ഷബീർ തുടങ്ങിയവർ സംസാരിച്ചു. പരീക്ഷാ കൗൺസിലിംഗ് ക്ലാസ് എറണാകുളം സാന്ത്വന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കൗൺസിലറും സൈക്കോ തെറാപ്പിസ്റ്റുമായ MP മുഹമ്മദ് സഹീർ നയിച്ചു. നോട്ട്ബുക്ക് നിങ്ങൾ ഉപകാരപ്പെടുന്നത് കീ പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്, ഡയഗ്രാം നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇക്വേഷൻസും ഡെഫിനേഷൻസും നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം ആ ലാസ്റ്റ് ഡേയിൽ നിങ്ങൾ ഈ നോട്ട്ബുക്ക് എടുത്ത് വെച്ചിട്ട് ഓരോ ചാപ്റ്ററിലെയും കീ പോയിന്റ്സിലൂടെ കടന്നു പോകണം. കീ പോയിന്റ്സ്, ഇക്വേഷൻസ്, ഫോർമുലാസ് അതിൽ കൂടെ നിങ്ങൾ കടന്നു പോകണം. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു വേഗം ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ആയിരിക്കും. നിങ്ങൾ പഠിച്ചു പോയ ഓരോ പോർഷൻസും ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നിട്ട് നിങ്ങൾ റിസൈറ്റ് ചെയ്യണം. ചെല്ലാനം ലിയോ ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂൾ വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷം കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ് ഉദ്ഘാടനം ചെയ്തു. ചെല്ലാനം ലിയോ ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂൾ 12-ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ് നിർവഹിച്ചു. ഇതൊരു പ്രത്യേകത കൂടിയുണ്ട്. CBSE അംഗീകാരം കിട്ടിയ നമ്മുടെ തീരപ്രദേശത്തെ ഉന്നത നിലവാരം നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇത് ചെറിയ തോതിൽ തുടങ്ങി ഇന്ന് നല്ല നിലയിൽ ജനങ്ങളുടെ, കാരണം ഈ തീരപ്രദേശത്ത് പ്രത്യേകിച്ച് ഈ ചെറിയ ജില്ലാകത്ത് ഇത്തരത്തിലുള്ള സ്കൂള് ലാഭകരമെന്ന് പറയുന്നത് ബാധ്യതയിലാണ് നമ്മൾ പോകുന്നത്. എന്ത് കിട്ടുമെന്ന് കൊണ്ടിട്ടല്ല തുടങ്ങിയത്. ഞാൻ വന്ന കാലങ്ങളിൽ ചോദിക്കാറുണ്ട്. പക്ഷേ ഈ തീരപ്രദേശത്തെ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികളുടെ ചടങ്ങിൽ ലിയോ ഗ്രൂപ്പിന്റെ പോർട്ട്ഫോളിയോ റവറന്റ് ഫാദർ ഫ്രാൻസിസ് സേവ്യർ താന്നിക്കാപ്പറമ്പിൽ പ്രകാശനം ചെയ്തു. പ്രിൻസിപ്പൽ അലക്സാൻഡ്രിയ, റോബർട്ട് ജോസഫ്, CR ശങ്കരമേനോൻ, കൊച്ചി MLA ഡൊമിനിക് പ്രസന്റേഷൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾക്കുള്ള സമ്മാനദാനം സ്കൂൾ ഫൗണ്ടറും ചെയർമാനുമായ ഡോക്ടർ ജോർജ് P. ജോസഫ് നിർവഹിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 100-ാം തൊഴിൽ ദിനത്തോടനുബന്ധിച്ച് നടന്ന ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KJ ലീനസ് നിർവഹിച്ചു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ചെല്ലാനം പഞ്ചായത്തിന്റെ കീഴിൽ 14-ാം വാർഡിൽ 13 പേർക്ക് 100 ദിനം തൊഴിൽ നൽകിയതിന്റെ ഭാഗമായി നടന്ന ആഘോഷങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KJ ലീനസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ ഈ മാർച്ച് 31 വരെയുള്ള ദിനങ്ങളിൽ അന്ന് ഗവൺമെൻറ് പറഞ്ഞിരുന്ന പ്രകാരം മിനിമം 100 തൊഴിലെങ്കിലും ഒരു കുടുംബത്തിലേക്ക് ഒരു വ്യക്തിക്ക് കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഒരു സാക്ഷാത്കാരമായിട്ട് ഇന്ന് ഇവിടെ നിങ്ങൾക്ക് 100 തൊഴിൽ ദിനങ്ങൾ കിട്ടിയവർ ഒന്നിച്ചു കൂടിയിട്ട് നിങ്ങളത് ആഘോഷിക്കുകയാണ്. ഏറ്റവും സന്തോഷമുള്ള കാര്യം.
അന്ന് ഈ പദ്ധതി UPA ഗവൺമെൻറ് പ്രഖ്യാപിക്കുമ്പോൾ ലോകത്ത് ഇതുപോലൊരു പദ്ധതി ഒരു രാജ്യത്തും നടപ്പിലാക്കുവാനായിട്ട് ഒരു ഗവൺമെൻറ്റും താല്പര്യം കാണിച്ചിട്ടുണ്ടാവുകയും ഒരു കുടുംബത്തിലേക്ക് നേരിട്ട് പണമെത്തിക്കുക. ചെല്ലാനം പഞ്ചായത്ത് പ്രസിഡന്റ് KT തങ്കച്ചൻ അധ്യക്ഷനായി. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇവർക്ക് ഇത് തന്നെ പണിയുള്ളതെന്ന് മനസ്സുകൊണ്ട് ഓർക്കും. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. പഞ്ചായത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വാർഡാണിത്. നിങ്ങളെ പ്രിയപ്പെട്ട മെമ്പർ എപ്പോഴും തന്നെ ഞങ്ങൾ തമ്മിൽ വഴക്കിടും. നിങ്ങളെ വാർഡിൽ എന്തെങ്കിലും വെട്ടിക്കുറച്ച പ്രവർത്തനം മെമ്പർ എൻ്റെ അടുക്ക് ഇവർ പ്രസിഡന്റ് അതെന്ത് പണി കാണിച്ചത്, അവരെത്താത്തത് എൻ്റെ കുറ്റമാണോ എന്ന് ചോദിക്കും. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ പണി കിട്ടണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. പക്ഷേ ഇത് കാര്യപ്രാപ്തിയുള്ളവർ മുൻഗണന അനുസരിച്ച് വന്ന് ഇവരെ ഉദ്യോഗസ്ഥന്മാരോടും വഴക്കിടാറുണ്ട്. അവർ പറയാമോ? പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പള്ളുരുത്തി ശ്രീ വെങ്കിടാചലപതി ക്ഷേത്രത്തിൽ വിദ്യാർത്ഥിനികൾക്കായി വിദ്യാഗോപാല മന്ത്രപൂജ നടത്തി. അരൂക്കുറ്റി പാതുവാപുരം ദേവാലയത്തിലെ നവതി ആഘോഷങ്ങൾക്ക് സമാപനമായി. കേരള സർക്കാരിന്റെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് പ്രകാരം നിർമ്മിച്ച ചെല്ലാനം മുതുകുപുറം പാലത്തിന്റെയും ചാപ്പൽ റോഡിന്റെയും ഉദ്ഘാടനം കൊച്ചി MLA ഡൊമിനിക് പ്രസന്റേഷൻ നിർവഹിച്ചു. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.